വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ KTM ഡ്യൂക്ക് 250 2019 മോഡൽ ബൈക്കാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ബൈക്കിൽ നമുക്ക് സ്റ്റോക്കായിട്ട് ഹാലോജൻ ബൾബ് വരുന്നൊരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് 390ൻ്റെ LED ഹെഡ്ലൈറ്റിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഹെഡ്ലൈറ്റ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ് വരുന്നത്. അതായത് നമുക്ക് ഡിമ്മും ബ്രൈറ്റും വർക്കിംഗ് ആണ്. അതുപോലെ ഇതൊരു ബ്രാൻഡ് ന്യൂ ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് ഒരുപാട് വയേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ക്രൂവും അതുപോലെ തന്നെ ഈ ഒരു ബോൾട്ടും നമ്മൾ ലൂസ് ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് വയേഴ്സും കാര്യങ്ങളൊക്കെ ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹെഡ്ലൈറ്റ് ലൂസ് ആക്കിയിട്ട് ഇതാ നമ്മൾ ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മളെ ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളെ KTM ഡ്യൂക്ക് 250ൻ്റെ സ്റ്റോക്ക് ഹാലോജൻ ബൾബിൻ്റെ ഹെഡ്ലൈറ്റ് ആണിത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പ്രൊട്ടക്ടറും കൂടി റിമൂവ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ പ്രൊട്ടക്ടറും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ടർ റിമൂവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളെ ഹെഡ്ലൈറ്റ് ഇല്ലാത്ത നമ്മളെ ബൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് 390 ഹെഡ്ലൈറ്റിൻ്റെ പ്രൊട്ടക്ടർ വരുന്നത്. ഈ ഒരു പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഈ ഒരു വയേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊട്ടക്ടറിൻ്റെ ഉള്ളിൽ സേഫ് ആക്കിയിട്ട് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടാണ്, കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ചിലർ പ്രൊട്ടക്ടർ ഇല്ലാതെയും വെക്കാറുണ്ട് ഹെഡ്ലൈറ്റ്. പ്രൊട്ടക്ടർ ഇല്ലാതെ വെക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വയേഴ്സും കാര്യങ്ങളൊക്കെ വിസിബിൾ ആവും. പിന്നെ വെള്ളമൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ വെള്ളം കയറാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊട്ടക്ടർ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു നല്ല ഫിനിഷിങ്ങിൽ ഫുള്ള് കവേർഡ് ആയിട്ട് വയേഴ്സും കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ടാവും നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ പ്രൊട്ടക്ടർ വെക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ട് ഹെഡ്ലൈറ്റുകളും വരുന്നത്. രണ്ട് ജനറേഷൻ പോലെ ഉണ്ട് കേട്ടോ. ഹാലോജൻ ബൾബിൻ്റെ ഒരു ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ LED-ൻ്റെ ഒരു ഹെഡ്ലൈറ്റും. പക്ഷേ ഈ ഒരു ഹാലോജൻ ബൾബിനെക്കാട്ടി ലുക്ക് LED ലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ആയിട്ടുള്ള ഹാലോജൻ ബൾബിൻ്റെ ഹെഡ്ലൈറ്റ് ഞാൻ ഏകദേശം 5 വർഷത്തോളം യൂസ് ചെയ്ത്. അപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു DRLൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് കളർ ഫെയ്ഡ് ആയിട്ട് ഡിം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3 ബൾബ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു ബൾബ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിം അടിച്ചു പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കാലം ബ്രൈറ്റിൽ ഓടും. അപ്പോൾ ഈ ഒരു ബ്രൈറ്റിൽ കുറേ ഓടുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറുതായിട്ട് ബ്രൈറ്റ് തട്ടിയിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു ഭാഗം. അങ്ങനെ നമ്മൾ 390ൻ്റെ ഹെഡ്ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അടിപൊളിയാണ് കേട്ടോ. 390ൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ DRLും ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, അടിപൊളിയാണ്. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു പ്രൊട്ടക്ടറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അടിപൊളിയാണ് കേട്ടോ. 390ൻ്റെ ഹെഡ്ലൈറ്റ് വെച്ചപ്പോൾ ഈ ഒരു LED ഹെഡ്ലൈറ്റ് വെച്ചപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ഫ്രണ്ട് എന്നുള്ള ലുക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അടിപൊളി, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു DRL ആയാലും മൊത്തത്തിൽ അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹാലോജൻ ബൾബ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു LED ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ഡിമ്മും ബ്രൈറ്റിംഗും ഒക്കെ അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. ഇതിൻ്റെ DRL ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ KTM ബൈക്കിൽ 390 LED ഹെഡ്ലൈറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അവരുടെ അടുത്ത് 390 LED ഹെഡ്ലൈറ്റിൻ്റെ ബ്രാൻഡ് ന്യൂ പീസസ് ഒക്കെ അവൈലബിൾ ആണ്. ഫിറ്റിംഗ് അടക്കം അവർ ചെയ്തു തരും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റിക്കർ ഇവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് 390 BS6ൻ്റെ ഹെഡ്ലൈറ്റ് ആണ്, അതുകൊണ്ടാണ് ആ സ്റ്റിക്കർ വരുന്നത്. എൻ്റെ BS4 മോഡലിലൊക്കെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കർ അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് എടുക്കുമ്പോൾ ഒരു വൃത്തിയുണ്ട്. ഇപ്പോൾ 2 സൈഡത്തെ സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹെഡ്ലൈറ്റ് ലുക്കിൽ മാത്രമല്ല കേട്ടോ, വർക്കിലും അടിപൊളിയാണ്. ഞാൻ ഫുള്ള് ഇരുട്ടത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ബൈക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല അടിപൊളി വിസിബിലിറ്റിയാണ് ഈ ഒരു LED ഹെഡ്ലൈറ്റ് തരുന്നത്. ഇത് ഡിമ്മാണ്. ഇനി നമ്മൾ ബ്രൈറ്റിലേക്ക് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഡിസ്റ്റൻസിലേക്ക് നല്ലൊരു വിസിബിലിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഹാലോജൻ ബൾബിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് LED ലൈറ്റ് ആണ്. കാരണം എൻ്റെ പഴയ ഹാലോജൻ ബൾബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിസിബിലിറ്റി വളരെ കുറവായിരുന്നു. പക്ഷേ ഈ ഒരു LED ലൈറ്റിൽ നല്ല അടിപൊളി വിസിബിലിറ്റി വരുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. പിന്നെ നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ ഫോക്കസും അതുപോലെ തന്നെ ഡിസ്റ്റൻസും നമുക്ക് ഈ ഒരു ഫ്രണ്ടിലുള്ള അലൻ കീ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു 390 ഹെഡ്ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കംപ്ലീറ്റ്ലി വണ്ടിന്റെ ലുക്കും മാറി, അതുപോലെ തന്നെ നല്ല അടിപൊളി വിസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.